നമസ്കാരം. കൊടും കുറ്റവാളി ഗോവിന്ദചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച പുലർച്ചെ കണ്ണൂർ ജയിൽ ചാടിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ജയിൽ മാറ്റം. ഇത് സംബന്ധിച്ച ഉത്തരവും വെള്ളിയാഴ്ച തന്നെ പുറത്തിറങ്ങിയിരുന്നു. വിയ്യൂരിൽ ഏകാന്ത സെല്ലിലാണ് ഗോവിന്ദചാമിയെ പാർപ്പിക്കുക. വിയ്യൂരിൽ നിലവിൽ 125 കൊടും കുറ്റവാളികൾ മാത്രമാണുള്ളത്. 4.2 മീറ്ററാണ് സെല്ലിൻ്റെ ഉയരം. സെല്ലിലുള്ളവർക്ക് പരസ്പരം കാണുവാനോ സംസാരിക്കുവാനോ സാധിക്കില്ല. ഭക്ഷണം സെല്ലിൽ ഇരുന്നു കൊണ്ട് തന്നെ കഴിക്കണം. 6 മീറ്റർ ഉയരത്തിൽ 700 മീറ്റർ ചുറ്റളവിലാണ് വിയ്യൂരിൽ ചുറ്റുമതിൽ പണിതിരിക്കുന്നത്. ഗോവിന്ദചാമി ജയിൽ ചാടിയ സംഭവത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ 4 ഉദ്യോഗസ്ഥരെ ജയിൽ വകുപ്പ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ജയിലിനകത്തെ ഇലക്ട്രിക് ഫെൻസിങ്ങും CCTVകളും പ്രവർത്തനക്ഷമമാണോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും പരിശോധനകൾ തുടരുകയാണ്. ഇതിനിടയിലും ഗോവിന്ദചാമി എങ്ങനെയാണ് ഒറ്റക്കയ്യനായത് എന്ന ചോദ്യം നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ എത്തിയിട്ടുണ്ടാകാം. ഗോവിന്ദചാമിയുടെ ഇടത് കൈപ്പത്തി ജന്മന ഇല്ലാത്തതാണോ അതോ പിന്നീട് നഷ്ടപ്പെട്ടതാണോ എന്ന കാര്യത്തിൽ ഇന്നും വ്യക്തത കൈവന്നിട്ടില്ല. പോലീസ് രേഖകളിലും ഈ വിഷയത്തിൽ കൃത്യമായ വിവരങ്ങളില്ല എന്നതാണ് സത്യം. ചോദ്യം ചെയ്യലുകളിൽ ഗോവിന്ദചാമി പലപ്പോഴും ഇക്കാര്യത്തിൽ മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്കാലത്ത് പടക്കം പൊട്ടിച്ചപ്പോൾ സംഭവിച്ചതാണ് എന്നും മുംബൈയിൽ വെച്ച് ചെറുപ്പകാലത്ത് നഷ്ടപ്പെട്ടതാണ് എന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. ഗോവിന്ദചാമിയുടെ കൈപ്പത്തി നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് നിരവധി കഥകളാണ് പ്രചരിക്കുന്നത്. തമിഴ്നാട്ടിൽ വെച്ചുണ്ടായ കവർച്ചാ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കൈ വെട്ടിമാറ്റിയതാണ് എന്നും അതിനെ തുടർന്നാണ് ഗോവിന്ദചാമി സഹോദരനെ പോലും ഉപേക്ഷിച്ച് മുംബൈയിലേക്ക് പോയതെന്നും പറയപ്പെടുന്നു. എന്നാൽ കുമുദം, നക്കീരൻ തുടങ്ങിയ തമിഴ് മാധ്യമങ്ങൾ മറ്റൊരു കഥയാണ് റിപ്പോർട്ട് ചെയ്തത്. ഗോവിന്ദചാമിക്ക് അമിതമായ ലൈംഗികാസക്തി ഉണ്ടെന്നും ലഹരിക്കും മദ്യത്തിനും അടിമയാണെന്നും ശാസ്ത്രീയ പരിശോധനകളിൽ ഇതിനോടകം തെളിഞ്ഞിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിലും സമീപത്തെ ചേരികളിലും ഇയാൾ സ്ഥിരമായി സ്ത്രീകളെ തേടി അലയാറുണ്ടെന്നും സമ്മതിച്ചിട്ടുണ്ട്. ഇയാളുടെ സംഘത്തിലെ ഒരാളുടെ ഭാര്യയെ ബലാത്സംഗം ചെയ്തു എന്നും അതിനെ തുടർന്ന് അയാൾ ഗോവിന്ദചാമിയുടെ കൈ വെട്ടിമാറ്റിയതാണെന്നും ഒരു കഥ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇതിനൊന്നും ഔദ്യോഗികമായ സ്ഥിരീകരണമില്ല എന്നതാണ് വാസ്തവം. എങ്കിലും സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ലൈംഗികമായി ഉപയോഗിക്കുന്ന ഒരു ക്രിമിനലാണ് ഇയാളെന്നതിൽ സംശയമില്ല. അക്രമം, പിടിച്ചുപറി തുടങ്ങിയ കേസുകളിൽ സേലം പോലീസ് സ്റ്റേഷനിൽ ഗോവിന്ദചാമിക്കെതിരെ നിരവധി കേസുകളുണ്ട്. തമിഴ്നാട്ടിൽ വിവിധ കാലയളവുകളിൽ ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുമുണ്ട്. കൈപ്പത്തി നഷ്ടപ്പെട്ടതും ഈ ക്രിമിനൽ പശ്ചാത്തലവുമാണ് ഗോവിന്ദചാമി തമിഴ്നാട് വിടാൻ കാരണമായി കണക്കാക്കുന്നത്. അങ്ങനെയാണ് കൂടുതൽ സംഘടിത കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമായ മുംബൈയിൽ ഇയാൾ എത്തിച്ചേരുന്നത്. പല പോലീസ് രേഖകളിലും ഗോവിന്ദചാമിയെ അസാധാരണമായ ക്രിമിനൽ മനസ്സുള്ള ഒരു സെക്സ് സൈക്കോ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മുംബൈ ഇയാൾക്കൊരു പറുദീസയായിരുന്നു. ലഹരിയും ലൈംഗികതയുമായിരുന്നു ഇയാളുടെ പ്രധാന ആവശ്യങ്ങൾ. ഇത് രണ്ടിനും മുംബൈയിലെ തെരുവുകളിൽ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കച്ചവടക്കാരൻ്റെയോ യാചകന്റെയോ രൂപത്തിലാണ് ഇയാൾ എത്തുക. അവിടെ നിന്ന് ബാഗോ മാലയോ കൊള്ളയടിക്കുക, എന്നിട്ട് രക്ഷപ്പെടുക. കളവ് മുതൽ വിൽക്കുവാൻ പനവേൽ ഗ്യാങ് എന്ന കുപ്രസിദ്ധമായ ട്രെയിൻ റോബറി സംഘം ഇയാൾക്ക് സഹായത്തിനുണ്ടായിരുന്നു. കിട്ടുന്ന പണത്തിന് മദ്യപിക്കുക, ലഹരി വാങ്ങി ഉപയോഗിക്കുക, ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടുക എന്നതിലുപരി മറ്റൊരു ചിന്തയും ഇയാൾക്ക് ഇല്ലായിരുന്നു. ചുരുക്കത്തിൽ ഗോവിന്ദചാമിയെക്കുറിച്ചുള്ള കൂടുതൽ സ്ഥിരീകരിക്കുവാൻ സാധിക്കുന്ന വിവരങ്ങൾ പോലീസ് റെക്കോർഡുകളിൽ പോലും ഇല്ല എന്നതാണ് സത്യം. അയാൾക്ക് കൈ നഷ്ടപ്പെട്ടതിനെ പറ്റിയോ അയാളുടെ ശരിയായ ഭൂതകാലത്തെ പറ്റിയോ തമിഴ് മാധ്യമങ്ങൾക്ക് പോലും ഊഹാപോഹങ്ങൾ മാത്രമാണുള്ളത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു.
ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.